ഇന്ന് നാസറിച്ചയുടെ കയ്യിൽ നിന്ന് ആവോലി മീനാണ് മേടിച്ചത്. അപ്പോൾ അതിനെ മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ തൊലി പൊളിക്കാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ മാംസവും കൂടി ഇളകി വരിക. തൊലി പൊളിക്കണ്ടായിരിക്കും. കുരുമുളകേന്ന് മീനിടാൻ ഒരു കുരുമുളക് പറിച്ച് ചതച്ചെടുക്കാം നമുക്ക്. പോരെ, 2 എണ്ണം പോരെ. അപ്പം നമുക്ക് ആ മീനിന് ഈ കുരുമുളകും കൂടി ചതച്ചൊക്കെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നമുക്ക് ഈ ഉരലിനകത്ത് ഈ പച്ച കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം. നമുക്കിതിനെ ചതച്ചെടുക്കാം. ഈ ചതച്ചത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. മീനിനുള്ള മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിനകത്ത് പുരട്ടി കൊടുക്കാം. മീനിനെല്ലാം മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്കിത് കുറച്ച് നേരം ഇവിടെ വെക്കാം. അങ്ങനെ നമുക്കിത് ഈ വാഴയിലക്കകത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി എണ്ണ വേണ്ട. നമുക്കിതിനെ പൊതിഞ്ഞ് ദോശക്കല്ല് വെച്ചിട്ടുണ്ടേ. ഇതിനകത്തോട്ടൊരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം. 2 എണ്ണം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വലിയ എണ്ണയൊന്നും ഇല്ലാതെ ആണ് നമ്മൾ ഈ മീൻ പൊള്ളിച്ചെടുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒത്തിരി എണ്ണ വേണ്ട, കുറച്ചെണ്ണ മതിയല്ലോ. കുറച്ച് സമയം വേണം ഇതൊന്ന് മൂത്ത് വരണേൽ, ഒന്ന് വെന്ത് വരണേൽ ഇച്ചിരി സമയം എടുക്കുവേ. ചെറു തീയിലാണ് ഞാനിത് വേവിച്ചെടുത്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.